ലോകത്തിൽ സമാധാനമുണ്ടാകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന ചില സംഭവങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു സമാധാനം നശിപ്പിക്കുന്ന വാർത്തയാണ് ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തു വരുന്നത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബാങ്ക്സ്റ്റൗൺ ഹോസ്പിറ്റലിലെ 2 അഫ്ഗാനി നഴ്സുമാർ പരസ്യമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ഞങ്ങൾ കൊല്ലുമെന്നാണ് പറഞ്ഞത്. I have a question though. All right, for sure. I have a question though. I have a question. Let's say an Israeli. God forbid. I won't treat them. I'll kill them. You'll kill them? So if an Israeli is in Australia and God forbid something happened to him and he comes to your hospital, would you kill him? You have no idea how many Israeli Khara dog came to this hospital and ഇനിയും ഇസ്രായേലികൾ ഇവിടേക്ക് വരുന്നുണ്ടെന്നും അവരെയും ഞങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്നും അവർ വീഡിയോയിലൂടെ ഭീഷണി മുഴക്കി. ഏറ്റവും വേദനയുള്ള മരണമാണ് അവരെ കാത്തിരിക്കുന്നതെന്നും അതിൽ ഒരു നേഴ്സ് പറയുന്നുണ്ട്. അതോടൊപ്പം അവരെ നായയുമായി ഉപമിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായാണ് ഇവർ സംസാരിച്ചത്. ഒരു ഇസ്രായേലി യുവാവിൻ്റെ സോഷ്യൽ മീഡിയ ലൈവിലായിരുന്നു ഈ നേഴ്സുമാരുടെ ഭീഷണി. വീഡിയോ വലിയ രീതിയിൽ വൈറലായതോടെ ഓസ്ട്രേലിയയിലെ ഭരണാധികാരികൾ ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനൊപ്പം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരന്മാർ, സമൂഹത്തിൽ വെറുപ്പുളവാക്കുന്നവർ എന്നായിരുന്നു ഈ ഭീഷണി മുഴക്കിയ നഴ്സുമാരെ ന്യൂ സൗത്ത് വെയിൽസിലെ ആരോഗ്യമന്ത്രിയായ റയാൻ പാർക്ക് വിശേഷിപ്പിച്ചത്. സംഭവത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസും പ്രതികരിച്ചു. അവരെ നിയമപരമായി തന്നെ നേരിടുമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ ഇവർ വളരെ യാദൃശികമായി ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ ഒരുപാട് പാവങ്ങളുടെ ജീവൻ ഇവർ മൂലം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പദ്ധതി പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെട്ടു.